നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട 5 ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം തളിപ്പറമ്പിൽ നിന്നും ആലക്കോട് റൂട്ടിൽ 6 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു. പ്രധാന പ്രതിഷ്ഠ കിഴക്ക് ദർശനമായ ശ്രീ വൈദ്യനാഥനാണ്. ശ്രീ പരമേശ്വരനാണ് വൈദ്യനാഥ ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നത്. സ്വയംഭൂവായ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വൈദ്യത്തിൻ്റെ നാഥനാണ് ഇവിടെ ശ്രീ പരമേശ്വരൻ. ഇവിടെ വന്ന് ഭജനയോടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളോടെ പ്രാർത്ഥിച്ചാൽ ഏത് മാറാവ്യാധിയും വിട്ടുമാറുമെന്നാണ് സങ്കല്പം. ശ്രീ അയ്യപ്പനും ശ്രീ ഗണപതിയും ഇവിടെ കുടികൊള്ളുന്നു. പ്രധാന വഴിപാടുകൾ ക്ഷീരധാരയും ജലധാരയുമാണ്. കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ആറും ഞായർ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആഘോഷമാണ്. മലയാള മാസത്തിലെ 6-ാം തീയതിയും ഞായറാഴ്ചയും ഒരുമിച്ച് വരുന്നതാണ് ആറ് ഞായർ. തിരുവാതിരയാണ് മറ്റൊരു പ്രധാന ആഘോഷം. എല്ലാ വർഷവും ധനുമാസത്തിലെ 10-ാം തീയതി ക്ഷേത്രനടയിൽ വച്ച് കളിയാട്ടം നടത്താറുണ്ട്. ഉള്ളാറ്റിൽ ഭഗവതി, വലിയ തമ്പുരാട്ടി എന്നിവയാണ് പ്രധാന തെയ്യക്കോലങ്ങൾ. പണ്ടുകാലത്ത് ഉത്തര കേരളത്തിലെ സ്ത്രീകൾ കുട്ടികളുടെ ക്ഷേമത്തിനായി തൊഴുതു വന്നിരുന്ന 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ. രാജരാജേശ്വരൻ കുഞ്ഞിന് പ്രതാപവും, തൃച്ചംബരത്തപ്പൻ സ്വഭാവഗുണവും, വൈദ്യനാഥൻ ആരോഗ്യ സൗഖ്യവും നൽകുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇന്നും കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനായി അമ്മമാർ ഇവിടെ വന്ന് തൊഴാറുണ്ട്. രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് തൊഴാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് അന്നദാനവും നൽകി വരുന്നു. തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. പരബ്രഹ്മസ്വരൂപിയായ പരമശിവന്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്ത്രീകൾക്ക് അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. സ്ത്രീകൾ നെയ്യമൃതുമായിട്ട് വേണം നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ശിവരാത്രി ദിവസം എല്ലാ സമയവും സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. അതുപോലെ 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല. മുണ്ട് ധരിച്ചു വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ശിവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ശിവൻ്റേതായ പല വിശേഷങ്ങളും ഇവിടെയില്ല. കൂവളത്തില ഉപയോഗിക്കില്ല. ധാരയും രുദ്രാഭിഷേകവും പതിവില്ല. പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല. ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു. എന്നാലും പ്രതിഷ്ഠാരൂപത്തിലും ഭാവവുമെല്ലാം ശിവൻ്റേതാണ്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു. ഉപദേവതകളായി പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ദക്ഷിണാമൂർത്തി, പരശുരാമൻ, നന്ദികേശൻ, ഭൂതത്താൻ, യക്ഷിയമ്മ എന്നിവരും ഇവിടെ കുടികൊള്ളുന്നു. കൂടാതെ ചെറുകുന്ന് അന്നപൂർണേശ്വരി, മാടായിക്കാവിലമ്മ എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കല്പിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിലെത്തിയാൽ ശില്പി ഉണ്ണീക്കാനായി വെങ്കലത്തിൽ തീർത്ത ശ്രീ പരമേശ്വരൻ്റെ ശില്പവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ശിവരാത്രിയും വിഷുവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. നെയ്യമൃത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ്. രാത്രി 7:10 മുതൽ 8:30 വരെയാണ് സ്ത്രീകൾക്കുള്ള പ്രവേശന സമയം. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും നൽകി വരുന്നു. നിർമ്മാല്യ ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചാണ്. കംസവധത്തിന് ശേഷമുള്ള ശ്രീകൃഷ്ണൻ ആണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനം. ഏകദേശം 4 അടിക്കും 5 അടിക്കും ഇടയിൽ ഉയരം ഇവിടുത്തെ വിഗ്രഹത്തിനുണ്ട്.
2 കൈകളേയുള്ളൂ. ഗുരുവായൂരിലുള്ള വിഗ്രഹത്തേക്കാൾ അല്പം ഉയരക്കൂടുതലാണ് ഇവിടുത്തേതിന്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമ്മാല്യ ദർശനം ശുഭകരമല്ല. കംസവധത്തിന് ശേഷമുള്ള കൃഷ്ണനായതിനാൽ നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു. കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത്. അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിവേദ്യം നടത്തണം. ക്ഷേത്രനടയിലെ മതിലുകളിലുള്ള ശില്പങ്ങൾ അതിമനോഹരമാണ്. ഉപദേവതകളായി നാലമ്പലത്തിനുള്ളിൽ കന്യമൂലയിൽ ഗണപതിയും ഇടതുഭാഗത്തായി വിശ്വക്സേനൻ എന്ന പരിചാരകനും വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശിവനും തെക്ക് പടിഞ്ഞാറ് ശാസ്താവും ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും കുടികൊള്ളുന്നു. വടക്കേ മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവാഘോഷങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം. ആനയും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള ഘോഷങ്ങൾ നിഷിദ്ധമായ ഇവിടെ ഉത്സവത്തിൻ്റെ ഇതിവൃത്തം ജ്യേഷ്ഠൻ ബാലരാമനും വൃന്ദാവനത്തിലെ ഗോപാലകരോടും ഒപ്പം ശ്രീകൃഷ്ണൻ നടത്തിയ ബാലലീലകൾ ആണ്. കുംഭം 22 മുതൽ മീനം 6 വരെ 14 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഇവിടുത്തെ ഉത്സവം. തൃച്ചംബരം ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ 5 മണി മുതൽ 11:30 വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമാണ്. ഇരിക്കൂർ പുഴയുടെ കിഴക്ക് കരയിൽ ഒരു ചെറിയ കുന്നിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പരാശക്തി ക്ഷേത്രമാണ് മാമാനം ശ്രീ മഹാദേവി ക്ഷേത്രം. കേരളത്തിലെ പൗരാണികമായ കൗളമാർഗ പൂജാ സമ്പ്രദായം നിലനിൽക്കുന്ന പ്രമുഖ ശാക്തേയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ശാക്തേയ ആചാരപ്രകാരമാണ് പൂജകൾ നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മാടായി, കളരിവാതുക്കൽ, പള്ളിക്കുന്ന് എന്നീ ദുർഗാക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു ഈ ക്ഷേത്രം. ശാക്തേയ പൂജ നടക്കുന്നതിനാൽ ബ്രാഹ്മണർക്ക് പകരം പിടാരർ അല്ലെങ്കിൽ മൂസദ് എന്ന സമുദായത്തിൽപ്പെട്ട പുരോഹിതരാണ് പൂജകൾ ചെയ്യുന്നത്. മറികൊത്തൽ അഥവാ മറിസ്തംഭനം നീക്കൽ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. എല്ലാ ദോഷങ്ങളും തടസ്സങ്ങളും നീങ്ങാനാണ് ഈ കർമ്മം ചെയ്യുന്നത്. ശക്തിപൂജയും ശത്രുസംഹാര ഹോമവുമാണ് ഇവിടുത്തെ മറ്റ് പ്രധാന വഴിപാടുകൾ. ചൊവ്വ, വെള്ളി, അമാവാസി, പൗർണമി, നവരാത്രി ദിവസങ്ങളാണ് പ്രാധാന്യമേറിയത്. ഇരിക്കൂർ ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയോരത്ത് ഇരിക്കൂറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദർശന സമയം രാവിലെ 5:45 മുതൽ 6:55 വരെയും 7:45 മുതൽ 10 മണി വരെയും 11:15 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 6:15 മുതൽ 7 മണി വരെയുമാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനം നൽകി വരുന്നു. കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയെക്കുറിച്ച് പറയാതെ പോയാൽ അത് ഒരിക്കലും പൂർണ്ണമാകില്ല. വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ്. ജാതിമത ഭേദമന്യേ എല്ലാവരും എത്തുന്ന ക്ഷേത്രമാണ് പറശ്ശിനി മടപ്പുര. വളവട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയിലുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവപ്പന അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഞാൻ കൂടെയുണ്ട് എന്ന മുത്തപ്പൻ്റെ വാചാലം കേൾക്കുമ്പോൾ ഏത് വിഷമാവസ്ഥയിലും ഭക്തൻ്റെ മനം തെളിയും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും രാവിലെ മുതൽ രാത്രി വരെ ചായയും മുത്തപ്പൻ്റെ നിർമ്മാല്യവും കൊടുക്കുന്നു. അതുപോലെ ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദ ഊട്ടുമുണ്ട്. പറശ്ശിനിക്കടവിലെത്തി ശ്രീ മുത്തപ്പനെ കണ്ട് തൊഴുത ശേഷം നിങ്ങൾക്ക് മനോഹരമായ ബോട്ട് സവാരിയും നടത്താവുന്നതാണ്. പറശ്ശിനി മടപ്പുരയിൽ പുലർച്ചെ 5 മണി മുതൽ രാത്രി 8 മണി വരെ നട തുറന്നിരിക്കും. ക്ഷേത്രത്തിൽ ഭക്തർക്കായി താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട 5 ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. കണ്ണൂരിൽ ഇനിയും പ്രധാനപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അത് മറ്റൊരവസരത്തിൽ ആകാമെന്ന് കരുതുന്നു.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും കാണാം. ബായ്.